ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വന്നത് ഷാഹിനാനെ കാണാനാണ്. ഷാഹിനൊക്കെ പറ്റിയ നല്ല ഒരു വരനെ നമുക്ക് കണ്ടെത്തണം. ഷാഹിനക്ക് 45 വയസ്സാണ് ആയത്. ഇല്ല ഷാഹിന? അതെ. ഷാഹിന 6ാം ക്ലാസ് വരെയാണ് പഠിച്ചത്. പക്ഷേ എഴുതാനും വായിക്കാനൊക്കെ അറിയാം അല്ലേ? പേരും കാര്യങ്ങളൊക്കെ എഴുതുകയൊക്കെ ചെയ്യൂലേ? അപ്പോൾ അവളുടെ കല്യാണം കുറച്ച് വൈകിയതാണ്. ആദ്യ വിവാഹമാണ്. അപ്പോൾ കല്യാണം വൈകിയതിൻ്റെ ആ ഒരു ടെൻഷൻ ഉണ്ടാവില്ല. എന്തെന്നെ പറഞ്ഞാലും കല്യാണ സമയത്ത് നടക്കാണ്ട് വരുമ്പോൾ നമുക്കൊരു ബേജാറുണ്ടാവും. അല്ലാണ്ട് ഉള്ളവരൊക്കെ വേറെ വിഷയങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടല്ല വൈകിയത്. പിന്നെ അങ്ങനെ ഞാനിപ്പോൾ ഇതിൽ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. 40ൻ്റെ മുകളിൽ 42, 45 ഉള്ള ഒരുപാട് മക്കളെ കല്യാണം നടക്കാണ്ടുള്ള കണ്ടില്ലേ. ഒരു കാലത്ത് അങ്ങനെയായിരുന്നു, ഇപ്പം പെൺകുട്ടികളെ കിട്ടാത്തതാണ്. അതാണ് 2 ജനറേഷനിലുള്ളൊരു വ്യത്യാസം കേട്ടോ. ഷാഹിനക്ക് ഒരു മൈന്യൂട്ടായിട്ടുള്ളൊരു പക്വതക്കുറവുണ്ട്. അത് ഒക്കെ വീട്ടിലെല്ലാ കാര്യങ്ങളും ഒറ്റക്കൊരു വീട് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അത്യാവശ്യം കുക്കിംഗ് ഒക്കെ ഓൾ ചെയ്യും. ഫുഡൊക്കെ ഉണ്ടാക്കൂലേ? ഷാഹിന എന്തൊക്കെ ഉണ്ടാക്കലുണ്ട്? ചോറും പിന്നെ കറിയും വറവും അതൊക്കെ നമുക്കറിയാമല്ലേ? അതെ. പിന്നെ ആൾ കുറച്ചൊരു സ്ലോ ഉണ്ട്. ഓളതായ രീതിയിൽ എല്ലാ കാര്യങ്ങളെല്ലാം ചെയ്യും, എല്ലാത്തിനും ഓക്കെയാണ്. പക്ഷേ ചെറിയൊരു സ്ലോ ഉണ്ട് എന്നാണ് അവർ പറഞ്ഞത്. ഇതിൽ 2 മക്കളാണ്, ഒരു ബ്രദറും പിന്നെ ഷാഹിനയാണ് ഉള്ളത്. ഇവരുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. തലശ്ശേരി സ്റ്റാൻഡ് ടൗണിൽ തന്നെയാണ്, മെയിൻ പഴയ സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയാണ് ഇവരുടെ വീട് വരുന്നത് കേട്ടോ. അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ കുടുംബ വീട്ടിലാണുള്ളത്. അതുകൊണ്ടാണ് വീട് പരിസരം കാര്യമൊന്നും കാണിക്കാത്തത്. മാക്സിമം ഒരു 55 വരെ പോയിക്കൂടെ നമുക്ക്? മാക്സിമം ഒരു 55 വയസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു ആലോചനയാണ് നമുക്ക് വേണ്ടത്. അതിപ്പോൾ 47, 48, 50 ആയാലും ഒന്നും നമുക്ക് വിഷയമല്ല. അങ്ങനെയുള്ളൊരു ആലോചന എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരണം. ജോലിക്ക് പോയിട്ട് ഷാഹിനാനെ നോക്കാൻ പറ്റിയ നല്ലൊരു പാർട്ട്ണർ. കല്യാണം കഴിഞ്ഞ് പോകാൻ ഇവർ ഓക്കെയാണ്. ചിലർ പറയും പിന്നെ ഇവിടെ തന്നെ നിൽക്കുന്നോലേ വേണ്ടു എന്നൊക്കെയുള്ള രീതികളുണ്ടാകും. പക്ഷേ ഇവർക്ക് വിഷയമല്ല. കുറച്ചിവിടെ നിൽക്കുക, പക്ഷേ സ്ഥിരമായിട്ട് നിൽക്കണം അങ്ങനെയൊന്നുമില്ല. കൊണ്ടുപോകുന്ന ആൾക്കാരാണ് നമുക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ആലോചന തന്നെ വരട്ടെ. പിന്നെ ഡിവോഴ്സ് ആയതൊക്കെ നമ്മൾ സ്വീകരിക്കും. ആ ഒരു വയസ്സിൻ്റെ ഉള്ളിൽ എന്തായാലും ഡിവോഴ്സും ഭാര്യ മരിച്ചതോ ആയ ആൾക്കാരായിരിക്കുമല്ലോ ഉണ്ടാവുക. മക്കൾ ബാധ്യതകൾ ഇല്ലാത്തതായാലും നല്ലത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, വലിയൊരു സംഭവം, വലിയൊരു ഉത്തരവാദിത്തം എടുത്ത് തലയിൽ വെച്ച് വലിയൊരു മെയിൻ്റനൻസ് നടത്താൻ ഷാഹിനക്കൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ വിവാഹ ജീവിതത്തിലൂടെ ഒരുപാട് സ്മാർട്ട് തന്നെ ആവും കേട്ടോ. കാരണം ഒറ്റപ്പെട്ടിങ്ങനെ കുറേ നിൽക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഇതേ ഉള്ളൂ. അല്ലാണ്ടൊക്കെ വേറെ ടാബ്ലറ്റ് അങ്ങനത്തെ വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിപ്പോൾ എങ്ങനെയാണ് നിങ്ങളോട് പറഞ്ഞു തരേണ്ടതെന്ന് നമുക്കും അറിയില്ല. അപ്പോൾ നമ്മളിപ്പോൾ പല ബുദ്ധിമുട്ടുള്ള പല ആൾക്കാരുടെ വീഡിയോസൊക്കെ നിങ്ങൾ കാണാറുണ്ട്. പക്ഷേ ഈ മോളെ സംബന്ധിച്ചോളം ഒക്കെ കാര്യങ്ങളൊന്നുമില്ല. ഈ ഒറ്റപ്പെടലിൻ്റെ ഒരു വിഷമം എന്നുള്ളൊരു സാധനമാണ്. പിന്നെ കാര്യങ്ങളെല്ലാം അറിഞ്ഞു വരുന്ന പോലെ നമുക്ക് വേണ്ടുള്ളൂ. ഓളെ പിന്നെ A to Z അറിഞ്ഞു വരുന്ന പോലെ വേണ്ടുള്ളൂ. ഇതിൽ നമ്പറും കൊടുക്കുന്നുണ്ട്. ഡീപ്പായിട്ട് എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രമേ നിങ്ങൾ വരാവുള്ളൂ. ഈ ഒരു വയസ്സിൻ്റെ ഉള്ളിൽ നല്ല ഒരു പാർട്ട്ണറിനെ നോക്കി കിട്ടണം. ഇനി ഒരു വിവാഹ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടായി വിഷമിക്കുന്ന സാഹചര്യം ഷാഹിനക്ക് ഉണ്ടാവരുത്. കാരണം ഇത്രയും ലേറ്റായിട്ട് ഒരു വിവാഹത്തിലേക്ക് കടക്കുന്ന മോളാണ്. അപ്പോൾ ഓൾക്ക് നല്ലൊരു പാർട്ട്ണറിനെ കിട്ടുക എന്നുള്ളത് അത്രയും ആവശ്യമാണ്. ഓളെ മരണം വരെ നോക്കുന്ന ഒരാളായിരിക്കുകയും വേണം കേട്ടോ. നമുക്ക് 2 ജില്ലകളിൽ നിന്നുള്ള ആലോചനയാണ് മെയിനായിട്ട് വേണ്ടത്. കോഴിക്കോട് ജില്ലയും കണ്ണൂർ ജില്ലയും. ഈ 2 ജില്ലേൻ്റെ ഉള്ളിൽ നിന്നുള്ള നല്ല ആലോചനകൾ എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരിക. ഷാഹിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇങ്ങനെയുള്ള പിയാപ്പിളിനെ വേണ്ടേ? നോക്കുന്ന ഒരാളായാൽ മതി അല്ലേ? അതെ, മോളെ നോക്കുന്ന നല്ലൊരാൾ എത്രയും പെട്ടെന്ന് വരട്ടെ. വേറെ എന്താ പറയാനുണ്ടോ? ഇല്ല. ഷാഹിനേൻ്റെ ഉമ്മ മരണപ്പെട്ടതാണ്. പിന്നെ ഉപ്പ കൂടെ ഇല്ല, അപ്പോൾ വേറെയാണ്. അപ്പോൾ ഇവർ 2 പിന്നെ ബ്രദറും ഷാഹിനയും തന്നെയാണ്. പിന്നെ ബ്രദറിൻ്റെ വൈഫ് ഫാമിലിയും അങ്ങനെ ആയിട്ടാണ് ഇവർ നിൽക്കുന്നത്. അപ്പോൾ നല്ലൊരു ആലോചന വരട്ടെ. അപ്പോൾ അത്രയേ ഉള്ളൂ. അവളെ മനസ്സിലാക്കുന്ന നല്ലൊരു പാർട്ട്ണർ എത്രയും പെട്ടെന്ന് വരട്ടെ. പിന്നെ നമ്മൾ പെട്ടെന്നൊരു വിവാഹം നടക്കാനുള്ള ഒരു വഴിയാണ് ഈ വീഡിയോ പരമായിട്ടൊരു പാർട്ട്ണറിനെ നോക്കുക എന്നുള്ളത്. ഇപ്പോൾ മോളുടെ ആയാലും ആങ്ങളയ്ക്ക് ഗൾഫിലേക്ക് പോകാനുള്ള സമയമൊക്കെ ആയി. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു കല്യാണം നടന്നാൽ അത്രയും സന്തോഷമാണ്. ഒരു ഹാപ്പി ആയിട്ട് അവർക്ക് പോവാം. കുറേ കാലമായിട്ട് ഇങ്ങനെ അന്വേഷിക്കുന്നതാണ്. പക്ഷേ ഉഡായിപ്പ് ടീമും പിന്നെ ഇങ്ങനെ ഫ്രോഡുകളും അല്ലാണ്ട് നല്ലൊരാലോചന നമുക്ക് വരണം. ഈ ലഹരിക്ക് അടിമപ്പെട്ടോലും പിന്നെ ഇങ്ങനെയുള്ള കുട്ടികളെ കല്യാണം കഴിച്ചിട്ട് ബുദ്ധിമുട്ടിക്കുക എന്നുള്ളവരും പിന്നെ സമ്പത്ത് എടുപ്പ് വരുന്നവരും അങ്ങനെയുള്ളവരൊന്നും വേണ്ട.
ആത്മാർത്ഥമായിട്ട് ഓക്കെ പറഞ്ഞല്ലോ, ഓക്കെ അതൊരു ഇതുമില്ല, ആത്മാർത്ഥമായിട്ടുള്ളൊരു സ്നേഹം നിങ്ങൾക്ക് ഓളിൽ നിന്ന് കിട്ടും. ഇപ്പോൾ ഭാര്യ മരിച്ചവർ, ഇപ്പോൾ മക്കളെ ബാധ്യത അങ്ങനത്തെ ഒന്നും ഇല്ലാത്തവരില്ല, ഡിവോഴ്സായ ബാധ്യത ഒന്നും ഇല്ലാത്തവർ, ജോലിക്ക് പോകാനുള്ള ആരോഗ്യവും കാര്യങ്ങളെല്ലാം ഉള്ളവർ എന്ന് വിചാരിച്ച് പിന്നെ വലിയ ഡിഗ്രി കഴിഞ്ഞ അങ്ങനെയൊന്നുമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ജോലിക്ക് പോയിട്ട് ഓളെ നോക്കുക എന്നുള്ളതാണ്. ആ ഒരു വയസ്സിൻ്റെ ഉള്ളിൽ നല്ല സ്നേഹം കൊടുക്കാൻ പറ്റിയ നല്ലൊരാൾക്കാർ, അപ്പോൾ ഓൾക്ക് നല്ലൊരു ജീവിതം കിട്ടും. അതുപോലെ നല്ല ഹാപ്പി ആയിട്ട് മുമ്പോട്ട് പോകുകയും ചെയ്യും. ഇവർ തലശ്ശേരി ടൗണിൽ തന്നെയാണ് ഇവരുടെ വീട് കാര്യങ്ങളൊക്കെ. ഈ തലശ്ശേരി ഏരിയ എന്നൊക്കെ ആണെങ്കിൽ അത്രയും സന്തോഷമാണ്. ഇനിയിപ്പോൾ കുറച്ച് നമ്മൾ ഈ പറഞ്ഞ 2 ജില്ലേൻ്റെ ഉള്ളിലാണെങ്കിലും നമുക്ക് നോക്കിയിട്ട് ചെയ്യാം, അധികം ദൂരം വേണ്ടാന്ന് പോലും പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാ എത്രയും പെട്ടെന്ന് ഷൈനേൻ്റെ കല്യാണം നടക്കട്ടെ. നിങ്ങൾ മാക്സിമം കൂടെ നിൽക്കണോ, ഷെയർ ചെയ്യണം കേട്ടോ. പിന്നെന്ന് പറഞ്ഞാൽ ഷൈന ചെറിയ രീതിയിലുള്ളൊരു നമ്മളിപ്പോഴത്തെ രീതിയിൽ ഇൻട്രോവേർട്ട് എന്നൊക്കെ ഉണ്ടല്ലോ, അതായത് ആളുകളുമായിട്ട് പിന്നെ ചാടിക്കയറി സംസാരിക്കുക അങ്ങനത്തെ സംഭവം ഉണ്ടല്ലോ, അതൊക്കെ കുറച്ച് കുറവാണ്. ഇപ്പോൾ ഒരുപാട് ആൾക്കാരുമായിട്ട് അങ്ങനെ ഒരു ഇടപെടലുള്ളൊരു ഇതാണ്. അപ്പോൾ അതൊരു ഒതുങ്ങിക്കൂടിയ ഒരു പ്രകൃതമാണ് എന്ന് വെച്ചാൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വിഷയം കാര്യങ്ങളൊന്നുമില്ല. അതും കൂടെ ഇതിലോട്ടൊന്ന് ചേർക്കുന്നതാണ് കേട്ടോ. ഞാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോടും പറയുകയാണ്, അനാവശ്യമായിട്ട് ആരും വിളിക്കരുത്. മാക്സിമം അന്വേഷിച്ചിട്ട് നല്ല ആൾക്കാരെ മാത്രം വിളിക്കണം. കല്യാണത്തിന് ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല. 2 കൂട്ടരും മാക്സിമം അന്വേഷിച്ചിട്ട് തന്നെ മുമ്പോട്ട് വരിക കേട്ടോ.